നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി നേറ്റിവിറ്റി കാർഡ് നൽകാനുള്ള ബില്ലിന് ഇന്നലെ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. നടപ്പു സമ്മേളനത്തിൽ തന്നെ ബില്ല് നിയമസഭയിൽ കൊണ്ടുവരാനാണ് നീക്കം. എന്താണ് നേറ്റിവിറ്റി കാർഡ് എന്ന് നോക്കാം. ആരാണ് അതിന് അർഹരായവർ, എങ്ങനെയാണ് അപേക്ഷിക്കുക? എക്സ്പ്ലെയിനറുമായി ചേരുന്നു ഗോകുൽ രവി. ഗുഡ് മോർണിംഗ് ഗോകുൽ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി ആൻഡ് പ്രവിത. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ ബജറ്റിലടക്കം നമ്മൾ കേട്ട ഒരു പേരാണ്, ഒരു പ്രഖ്യാപനമാണ് നേറ്റിവിറ്റി കാർഡ്. ഈ നേറ്റിവിറ്റി കാർഡ് എന്താണ് എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. നിലവിൽ കേരളത്തിൽ ജനിച്ചവരാണെന്ന് തെളിയിക്കാൻ നമ്മൾ വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റാണ് പല അപേക്ഷകൾക്കൊപ്പവും സമർപ്പിക്കുക. ഇതിന് പകരമായി സ്ഥിരമായ ഒരു തിരിച്ചറിയൽ രേഖയാണ് കേരള സർക്കാർ പദ്ധതിയിടുന്ന നേറ്റിവിറ്റി കാർഡ്. കേരള നേറ്റിവിറ്റി കാർഡ് ബില്ലിന് ഇന്നലെ മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരിക്കുന്നു. ഇനി ഈ നേറ്റിവിറ്റി കാർഡ് എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം കേരളീയൻ എന്ന് തെളിയിക്കുന്ന, സാക്ഷ്യപ്പെടുത്തുന്ന ഫോട്ടോ പതിപ്പിച്ച ആധികാരിക രേഖയായിരിക്കും. ഈ കാർഡിനൊപ്പം ജനനത്തീയതി ഉണ്ടാവും, മേൽവിലാസവും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ആധികാരിക രേഖയായി ഇത് ഉപയോഗിക്കാമെന്നതാണ് സർക്കാർ അവകാശപ്പെടുന്നത്. ഈ കാർഡിന്റെ സവിശേഷതകൾ എന്താണെന്ന് നോക്കിയാൽ, സ്മാർട്ട് കാർഡാണ്. ചിപ്പ് ഘടിപ്പിച്ച സ്മാർട്ട് കാർഡായിരിക്കും ഓരോരുത്തർക്കും ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഇതൊരു സ്ഥിര രേഖയായി പിന്നീട് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. അതിനായി നിയമസാധുത നൽകുന്നതിന് പ്രത്യേക നിയമനിർമ്മാണം നടത്തുമെന്നും സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റുകൾക്ക് ഓരോ ആവശ്യത്തിനായി നമ്മൾ വീണ്ടും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിനായി വില്ലേജ് ഓഫീസിൽ പോവുകയും അപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ബുദ്ധിമുട്ട് ഇതോടുകൂടി അവസാനിക്കുമെന്നതാണ് സർക്കാർ പറയുന്നത്. ഇനി ആർക്കൊക്കെയാണ് ഈ നേറ്റിവിറ്റി കാർഡിനായി, കേരളീയൻ എന്ന് തെളിയിക്കുന്ന നേറ്റിവിറ്റി കാർഡിനായി അപേക്ഷിക്കാൻ കഴിയുക എന്ന് നോക്കാം. കേരളത്തിൽ ജനിച്ചവരും എന്നാൽ വിദേശ പൗരത്വം ഇല്ലാത്തവരുമായ ആർക്കും ഈ കാർഡിന് അർഹതയുണ്ടെന്നാണ് പറയുന്നത്. ഇനി വിദേശത്ത് ജനിച്ചെങ്കിലും വിദേശ പൗരത്വം നേടാത്തവർ, അതായത് ഒരുപക്ഷെ തൊഴിലിനോ മറ്റു കാര്യങ്ങൾക്കോ ആയി മാതാപിതാക്കൾ വിദേശത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ മാതാപിതാക്കളോ പൂർവികരോ കേരളത്തിന് പുറത്തായിരിക്കുമ്പോൾ അവിടെ ജനിക്കുകയോ ചെയ്ത ആളുകൾക്കും നേറ്റിവിറ്റി കാർഡ് നേടാം. പക്ഷേ അവർക്ക് വിദേശ പൗരത്വം ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രം. അടുത്തതായി, കാർഡ് ലഭിച്ച ശേഷം ഇനി നിങ്ങൾക്ക് വിദേശ പൗരത്വം ലഭിച്ചാൽ കേരളീയൻ എന്ന നേറ്റിവിറ്റി കാർഡ് അസാധുവാകും. പൂർവികരിൽ ഒരാളെങ്കിലും കേരളത്തിൽ ജനിച്ചിരിക്കണം. ഒപ്പം നിങ്ങൾക്ക് വിദേശത്തെ പൗരത്വം ഇല്ല എന്ന സാഹചര്യത്തിൽ ഉറപ്പായി നിങ്ങൾക്ക് നേറ്റിവിറ്റി കാർഡിന് അർഹതയുണ്ട്, നിങ്ങളുടെ നേറ്റിവിറ്റി കാർഡിന് സാധുതയുമുണ്ട്. ഇനി ആരാണ് ഈ നേറ്റിവിറ്റി കാർഡ് അനുവദിക്കുക? നമ്മൾ അപേക്ഷ നൽകേണ്ടത് തഹസിൽദാർക്കാണ്. തഹസിൽദാറാണ് നേറ്റിവിറ്റി കാർഡുകൾ നൽകാൻ ചുമതലപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനെങ്കിലും ഇതിന്റെ രജിസ്റ്റർ സൂക്ഷിക്കുക വില്ലേജ് ഓഫീസിലാണ്. അതായത് കാർഡുകൾ സംബന്ധിച്ച ആധികാരിക രേഖ ഉണ്ടാവുക. ആവശ്യമുള്ളവർക്ക് തഹസിൽദാർക്ക് മുമ്പിൽ അപേക്ഷ സമർപ്പിച്ചാലും ആ രേഖകൾ സൂക്ഷിക്കുക വില്ലേജ് ഓഫീസറായിരിക്കും. വില്ലേജ് ഓഫീസർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തഹസിൽദാർ ഈ കാർഡുകൾ അനുവദിക്കുന്നത്. ഇനി ഈ നേറ്റിവിറ്റി കാർഡ് എങ്ങനെ നമുക്ക് അപേക്ഷിക്കാം എന്നതാണ്. തഹസിൽദാർക്കാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്. നമ്മൾ നിശ്ചിത ഫോറത്തിൽ രേഖകളും ഫീസും സഹിതം, അതെന്തൊക്കെയാണ് അതിന് വേണ്ട രേഖകൾ, ഫീസ് എത്ര എന്നതൊക്കെ ഇനി പുറകെ വരുന്ന തീരുമാനങ്ങളാണ്. അതിൽ നമ്മൾ അപേക്ഷിച്ചാൽ ആ അപേക്ഷ റവന്യൂ ഡിവിഷണൽ ഓഫീസർ സ്വീകരിക്കും. അതിൽ ഒരു തീരുമാനം, അദ്ദേഹം ആണ് റവന്യൂ ഡിവിഷണൽ ഓഫീസർ ആയിരിക്കും ഇതിൽ വെരിഫിക്കേഷൻ നടത്തുക. അതിനുശേഷം അപേക്ഷകന്റെ വാദം കൂടി, ഇനി എന്തെങ്കിലും അപ്പീൽ ഉണ്ടെങ്കിൽ, അയാൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായി പറയാനുണ്ടെങ്കിൽ അതുകൂടി കേട്ട ശേഷം ആയിരിക്കും ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇനി തഹസിൽദാർ തീരുമാനമെടുത്താൽ പോലും അല്ലെങ്കിൽ തഹസിൽദാർ ഇനി നേറ്റിവിറ്റി കാർഡ് നിഷേധിക്കുകയാണെങ്കിൽ പോലും കളക്ടർക്ക് ഇതിൽ ഒരു അപ്പീൽ അതോറിറ്റിയായി പ്രവർത്തിക്കാം എന്നതുകൂടിയാണ്. കളക്ടറുടെ അന്തിമമായി അതിൽ ഒരു പുനഃപരിശോധന നടത്താനുള്ള ഒരു സാഹചര്യം കൂടി ഈ കാർഡിന്റെ നിയമത്തിലുണ്ടാകും. ഇനി ഈ നേറ്റിവിറ്റി കാർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം, നമ്മൾ ഓരോ ആവശ്യത്തിനും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് അല്ലെങ്കിൽ സ്കോളർഷിപ്പുകൾ, ഇങ്ങനെയൊക്കെയുള്ള പല ആവശ്യങ്ങൾക്കായി പലതവണ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങുന്നുണ്ട്. അത് ഒഴിവാക്കി ആജീവനാന്ത കാലം ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് ഈ കാർഡ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ആനുകൂല്യം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനം, സ്കോളർഷിപ്പുകൾ എന്നിവയ്ക്ക് കേരളീയനാണെന്ന് തെളിയിക്കാൻ ഇനി ഈ ഒരൊറ്റ കാർഡ് മതിയാകും. പലതവണ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതില്ല എന്നതാണ് അർത്ഥം. ഇനി ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ്, ഏതെല്ലാം സാഹചര്യത്തിലാണ് ഈ കാർഡ് മറ്റു രേഖകളോടൊപ്പം, പ്രത്യേകിച്ച് നമ്മുടെ മേൽവിലാസവും ജനനത്തീയതിയും ഉള്ളതുകൊണ്ട് തന്നെ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റായി നമുക്ക് ഒരുപക്ഷെ നേറ്റിവിറ്റി കാർഡ് ഉപയോഗിക്കാൻ കഴിയും. അത് ഏതൊക്കെ സാഹചര്യത്തിൽ ഏതൊക്കെ രേഖകൾക്കൊപ്പം എന്നത് ഇനി സർക്കാർ പുറകാലെ ഒരു വിജ്ഞാപനം ഇറക്കുകയായിരിക്കും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നേറ്റിവിറ്റി കാർഡ് ഇപ്പോൾ ഏറെ ചർച്ചയാവുന്നത് എന്ന് ചോദിച്ചാൽ, പൗരത്വ രേഖയുമായി ബന്ധപ്പെട്ട വിവാദം കൊണ്ടുപിടിച്ചു നിൽക്കുകയാണ്. പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട ആശങ്ക, CA കേരളത്തിൽ നടപ്പാക്കില്ല എന്നൊക്കെ കേരളം പറയുന്ന ഘട്ടത്തിൽ കൂടിയാണ് മതന്യൂനപക്ഷങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ആശങ്ക അകറ്റുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഈ നേറ്റിവിറ്റി കാർഡിനുണ്ട്. പക്ഷേ പൗരത്വം തെളിയിക്കാൻ നേറ്റിവിറ്റി കാർഡ് ഫലപ്രദമായ രേഖയാകുമെന്ന് സർക്കാർ പറയുമ്പോൾ പോലും പൗരത്വവും പൗരത്വ കാർഡ് നൽകലുമെല്ലാം അതിനുള്ള അധികാരം കേന്ദ്രത്തിന്റെ പരിധിയിലുള്ളതാണ്. ഈ സാഹചര്യത്തിൽ കേരളം ഇനി ബില്ല് പാസ്സാക്കിയാലും ഗവർണറുടെ അംഗീകാരം അതിന് ലഭിക്കുമോ എന്നത് മറ്റൊരു ചോദ്യം കൂടിയാണ്. ഹാഷ്മി, പ്രവിത.
ശരി, അപ്പൊ അങ്ങനെ വളരെ വ്യക്തമായി തന്നെ ഗോകുൽ രവി ആ അതിലൊരു കാര്യങ്ങൾ സംശയങ്ങൾ എന്താണ്? ഇനിയില്ല. അതെ. ഗോകുൽ സാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് സംശയങ്ങളില്ല, തർക്കങ്ങളില്ല, ഏതെങ്കിലും തരത്തിൽ ഒരു കൺഫ്യൂഷനില്ല, അടിസ്ഥാനമില്ല ആണ് ഗോകുൽ സാർ ഓരോന്ന് കാര്യങ്ങളൊക്കെ എണ്ണി പഠിപ്പിച്ചു എണ്ണി കൊടുത്തത്. വ്യക്തമാക്കി അത് പ്രേക്ഷകർക്ക് ഗോകുൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഗോകുൽ സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.